പെൺവേട്ടക്കാരെ ചുറ്റുമിരുത്തി സ്ത്രീ പീഡകരെ ചുറ്റുമിരുത്തി കേരളത്തിലെ ഓരോ സ്ത്രീയുടെ മാനത്തിന് വില പറയുകയാണ് മുഖ്യമന്ത്രി. ആരോപണം ഉയർത്തിയ ആഞ്ഞടിച്ച് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. പിന്നെയോ എല്ലാം പെൺവേട്ടക്കാരല്ലേ കൂടെയുള്ളത്? സ്വന്തം പാർട്ടിയുടെ നേതാവിന്റെ മകളെ പീഡിപ്പിച്ചുവെന്ന് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്ത ഒരു മനുഷ്യനാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ അല്ലെ? ഒരാൾ കണ്ണൂരിൽ നിന്ന് വന്നു, തിരുവനന്തപുരത്ത് ഉപദേശിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണോ കണ്ണൂരിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നത് ഉപദേശിയായിട്ട്? അത് പെൺവേട്ടക്കാരനാണ് എന്ന് തെളിഞ്ഞൊരു വ്യക്തിയാണ്. ഇപ്പോഴോ മിസ്റ്റർ ജയതിലകൻ എത്ര പെൺകുട്ടികളുടെ പരാതി ഉണ്ടായിരുന്നു? ആ പരാതികളെല്ലാം അട്ടിമറിച്ചു കൊടുത്തില്ലേ? അങ്ങനെ ഒരാൾ കൂടെ നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ ഒരാൾ ഉണ്ടായിരുന്നല്ലോ, മിസ്റ്റർ ശിവശങ്കരൻ. എന്തായിരുന്നു? സ്വപ്ന സുരേഷ് പറഞ്ഞില്ലേ? അപ്പോ സ്ത്രീ പീഡകന്മാരുടെ പെൺവേട്ടക്കാരുടെ നടുവിലിരുന്നു കൊണ്ട് കേരളത്തിലെ പെൺകുട്ടികളുടെ മാനം തകർക്കാൻ പരിശ്രമിക്കുകയും നട്ടല്ലില്ലാത്ത പ്രതിപക്ഷത്തിന്റെ നല്ല നടപ്പില്ലാത്തത് കൊണ്ട്. എന്താ നല്ല നടപ്പ്? ഇവിടെ ഇന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആർജവം കാണിക്കേണ്ട പല പോയിന്റുകളിലും അവർ ആഭ്യന്തര വകുപ്പിന് പരസ്യമായിട്ടല്ലെങ്കിലും രഹസ്യമായ സഹായം ചെയ്തു കൊടുക്കുകയാണ്. അതാണ് അടൂർ പ്രകാശിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കാണത്. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകനെതിരായ ലൈംഗിക ആരോപണത്തിൽ നടപടിയെടുത്തില്ല എന്ന പരാതി ഇപ്പോൾ ശക്തമാവുകയാണ്.